മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു, സൈറ്റോളജിയുടെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറേ സയൻറ്റിസ്റ്റിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, സെൽ തിയറി ഇതെല്ലാം കണ്ടു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ടു ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ച് പഠിക്കും, പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ. സോ വി ആർ സ്റ്റാർട്ടിങ് ബേസിക് ടൈപ്പ് ഓഫ് സെൽസ്. എല്ലാവർക്കും അറിയാം, 2 ക്ലാസ്സസ് ഓഫ് സെൽസ് ആണുള്ളത്, പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും. ഇപ്പോൾ പ്രോക്യാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. പ്രോക്യാരിയോട്സ് എല്ലാം വരുന്ന കിങ്ഡം ഏതാണ്? മൊണീറയാണ്. കിങ്ഡം മൊണീറയിലാണ് പ്രോക്യാരിയോട്സ് എല്ലാം വരുന്നത്. ഇനി ബാക്ടീരിയയാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് ഒരു ഓർഗാനിസം, ഒരു കേസ് സ്റ്റഡി, ഇത് സ്ട്രക്ചറൊക്കെ പ്രോക്യാരിയോട്ടിക് സെല്ല് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്ടീരിയയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ നേക്കഡ് ഐ എന്ന് വെച്ച് നമുക്ക് നോക്കിയാൽ ബാക്ടീരിയയെ കാണാൻ പറ്റുമോ? ഇവിടെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ നമ്മൾ ശ്വാസവും വിടത്തില്ല, നടക്കുകയും ചെയ്യത്തില്ല, ഒന്നുമില്ല. എല്ലായിടത്തും ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട് അല്ലേ? യൂസ്ഫുൾ ആയിട്ടുള്ളതും ഉണ്ട് അല്ലേ? മൈക്രോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ്. അപ്പം ഇനി അതിൻ്റെ എന്തോരം വരും അതിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത്? 0.5 to 2 മൈക്രോമീറ്റർ ഉണ്ടോ? എന്തോരം ചെറുതാന്ന് നോക്കിയേ അതിൻ്റെ വലിപ്പം, ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുണ്ട്. ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം എന്തായാലും എന്താണ് എന്താ പറയുക, എവിടെ നോക്കിയാലും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ഭാഗ്യം അല്ലേ? ഈ സൂക്ഷ്മ ജീവികൾ, ബാക്ടീരിയ. അപ്പം നമുക്ക് നോക്കാം. ഷേപ്സ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഷേപ്പ് 4 ബേസിക് ഷേപ്സ് ആണുള്ളത്. ഏതൊക്കെയാ 4 ബേസിക് ഷേപ്പ്? കോക്കെ, ബാസിലെ, സ്പൈറില്ല, വിബ്രിയോസ്. കോക്കി, ബാസിലി, സ്പൈറില്ല, വിബ്രിയോസ്. ഇത് 4ഉമാണ് ബേസിക് ആയിട്ടുള്ള ഷേപ്സ്. ഇനി ഓരോന്നിനെ കുറിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാം. കൊക്കയെന്ന് ആ പിക്ചർ നോക്കിക്കേ, എന്തോ മനസ്സിലായി? സ്പെറിക്കലാണ്. കണ്ടോ? ഇതിനകത്ത് ആൾക്കാരെല്ലാം സ്പെറിക്കലാണ്. ഒറ്റയായിട്ടിരിക്കുന്നുണ്ട്, 2 എണ്ണം ചേർന്നിരിക്കുന്നുണ്ട്, 4 എണ്ണം ചേർന്നിരിക്കുന്നുണ്ട്, ബഞ്ചായിട്ടുണ്ട്, ഒരു എന്താണ്, ഒരു ചെയിൻ പോണൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു ട്രയാങ്കിൾ പോലെ പല 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 അറേഞ്ച്മെൻറ്റിലാണ് ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ കോക്കെ. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പുള്ള ബാക്ടീരിയസിനെയാണ് കോക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പേസ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡിപ്ലോകോക്കെ എന്ന് പറയും. ഇനി 4 4 വരുവാണെങ്കിൽ 4 എന്നുള്ളതിൻ്റെ വേർഡ് ടെട്രയാണ്, അതുകൊണ്ട് ടെട്രാകോക്കെ. ബഞ്ചസ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇത് സ്റ്റെഫൈലോകോക്കെ എന്ന് പറയും. ഇനി ബീഡ് ലൈക്ക് ചെയിൻ ആയിട്ടിരിക്കുവാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതിൻ്റെയും ബാക്ടീരിയയുടെ നെയിമിൻ്റെ അറ്റത്തൊക്കെ വരുമ്പം ഓർത്തോണം അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്ന്. ഇനി ക്യൂബിക്കലാണെങ്കിൽ എന്തായാലും സർസിനെ ഉണ്ടോ? സർസിനെ ഇവിടെ കാണാം, സർസിനെ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡിപ്ലോകോക്കസ് ന്യൂമോണിയെ, അപ്പം മനസ്സിലായിക്കൊണ്ട് 2 എണ്ണം പെയറായിട്ടിരിക്കും, ഡിപ്ലോകോക്കസ്. ഇനി സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അപ്പോൾ വേണ്ട, ഇതിൻ്റെ ഈ ഒരു ഭാഗം കാണുമ്പോഴേ മനസ്സിലായിക്കൊള്ളണം എന്താണ്, ബഞ്ചായിട്ടാണ് ഇതിൻ്റെ ഇരിക്കുന്നത്, സ്പെറിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ ബഞ്ചസ് ആയിട്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ബാസിലെ. കൊക്കെ മനസ്സിലായല്ലോ. ബാസിലെ എന്ന് പറയുമ്പോൾ എന്തോ ഷേപ്പ് നോക്കിക്കേ, റോഡ് ഷേപ്ഡ് ആണ് അല്ലേ? സിംഗിളായിട്ടിരിക്കുന്നുണ്ട്, ചേർന്നിരിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ് ബാസിലെ എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് എക്സിസ്റ്റ് സിംഗിളി, ഉണ്ടോ? സിംഗിളായിട്ട്, വളരെ റെയറായിട്ട് പേസ് ആയിട്ടിരിക്കും, ചെയിൻ ആയിട്ടിരിക്കും. കണ്ടോ? പേസ് ആയിട്ടിരിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? 2 എണ്ണം ആകുമ്പം ഡിപ്ലോ ബാസിലി എന്ന് പറയും. ചെയിൻ ആയിട്ടിരിക്കുമ്പം സ്ട്രെപ്റ്റോ ബാസിലി. കോക്കസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുവരും സ്ട്രെപ്റ്റോ കോക്കെ എന്ന് വിളിച്ചായിരുന്നു അല്ലേ? അപ്പം അതാണ് അതിൻ്റെ എക്സാമ്പിൾസ്: ബാസിലസ് ട്യൂബർക്യുലോസിസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനെ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഇതെല്ലാം ബാസിലെ ടൈപ്പ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. പേര് ബാസിലസ് ട്യൂബർക്യുലോസിസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനെ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. നമ്മൾ ടെറ്റനസ് ഉണ്ടാക്കുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനെ.
ദെൻ സ്പൈറില്ല. സ്പൈറില്ല എന്ന് പറയുമ്പോൾ കണ്ടോ, സ്പൈറൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് സ്പൈറില്ല എന്ന് പറയുന്നത്. വേവി എന്ന് നമുക്ക് പറയാം. വേവി ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. സ്പൈറോക്കീറ്റ്സ് എന്നും വിളിക്കും. വേവി ബാക്ടീരിയ ആണ്, അതുകൊണ്ട് സ്പൈറോക്കീറ്റ്സ്. സ്പൈറില്ല, സ്പൈറോക്കീറ്റ്സ്. എക്സാമ്പിളോ ട്രിപ്പോനിമോ പാലിഡം. ട്രിപ്പോനിമ പാലിഡം ആണ് എൻ്റെ എക്സാമ്പിൾ. ഇനി വിബ്രിയോസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരു കോമ പോലെ, ഒരു കോമ ഇട്ട എങ്ങനെയാണോ അതേപോലെ ഇരിക്കുന്നതിനെയാണ് കോമ ഷേപ്പ് ഓർ ബെൻഡ് റോഡ് ലൈക്ക് ഷേപ്പാണ്. എക്സാമ്പിളോ വിബ്രിയോ കോളറേ ആണ് നമ്മുടെ കോളറ ഉണ്ടാക്കുന്ന. വിബ്രിയോ കോളറേ ഒരു വിബ്രിയോസ് ബാക്ടീരിയ ആണ്. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കാൻ പോവാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് എന്ന് കുറേ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഈ എക്സ്റ്റേണൽ സ്ട്രക്ചർ പഠിക്കും. പിന്നെ അതേ കണക്ക് അതിൽ കാണപ്പെടുന്ന മറ്റ് ചില സ്പെഷ്യൽ സ്ട്രക്ചേഴ്സും നമ്മൾ കാണും. അപ്പം ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നോക്കാം. അകത്ത് ബാക്ടീരിയയുടെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള ഓർഗനൽസ് ഒന്നുമേ ഇല്ല. മെംബ്രെയിൻ ബോണ്ട് ഓർഗൻസ് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സെല്ലെടുക്കുകയാണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, മൈറ്റോകോൺട്രിയ, ഇതെല്ലാം മെംബ്രെയിൻ ബോണ്ട്. അങ്ങനെയുള്ള ഓർഗനൽസ് ഒന്നും തന്നെ ആർക്കില്ല? ബാക്ടീരിയക്കില്ല. പിന്നെ ഉള്ളത് എന്തൊക്കെയാ നോക്കിയേ, ന്യൂക്ലിയോയിഡ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണേ. 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ന്യൂക്ലിയോയിഡ്? ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ സെൻട്രൽ റീജിയൻ ആണ്. കണ്ടാ, സെൻട്രൽ റീജിയൻ ഓഫ് ബാക്ടീരിയ സെൽ വെയർ, എവിടെയാണോ അതിൻ്റെ ന്യൂക്ലിയർ മെറ്റീരിയൽ കാണുന്നത്, ആ സെൻട്രൽ റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ്, അപ്പോൾ ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഉള്ളത്? ഒരു സിംഗിൾ സർക്കുലാർ ഡബിൾ സ്റ്റാൻഡേർഡ്. ശ്രദ്ധിച്ചോണ്ടോ, സിംഗിൾ ആണ്, ഒരൊറ്റനെ കാണത്തുള്ളൂ. അത് ലീനിയർ അല്ല, സർക്കുലാർ ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ല, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂളാണ്. അതിൻ്റെ ഒരറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കേട്ടോ. ഒരറ്റം നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ ഭാഗം കണ്ടോ. അപ്പം പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണും. അപ്പോൾ അതാണ് ന്യൂക്ലിയോയിഡ്. സിംഗിൾ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ പെർമനൻ്റ്ലി അറ്റാച്ച് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ അറ്റ് 1 പോയിന്റ്. അതേപോലെ തന്നെ ഈ DNA യൂക്യാരിയോട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ ചില പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ പ്രോക്യാരിയോട്സിൽ ഈ DNA അങ്ങനെ ആരുമില്ല കൂട്ടുകാർ. അപ്പോൾ ഇതിന് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് നേക്കഡ് ക്രോമസോം. എന്താണ്? നേക്കഡ് ആയിട്ടുള്ള ക്രോമസോമാണ്. പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അതാണ് ന്യൂക്ലിയോയിഡ്. ഈ ന്യൂക്ലിയോയിഡ്, അതായത് ഈ ജനറ്റിക് മെറ്റീരിയലിൽ എത്രത്തോളം പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ കഴിവുള്ള എത്രത്തോളം ജീനുകൾ ഇരിപ്പുണ്ട്, 3000 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് കോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്പർ ഓഫ് ജീൻസ് ബാക്ടീരിയയുടെ ന്യൂക്ലിയോയിഡിലുണ്ട്. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ കൊച്ചു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. എന്താ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഇത് നമുക്ക് അറിയാം, ന്യൂക്ലിയോയിഡ് ഉണ്ടോ, ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. അല്ലാതെ കുറേ സാധനങ്ങൾ റൗണ്ട് സ്ട്രക്ചേഴ്സ് ഇരിക്കുന്നുണ്ടല്ലോ. എന്താ ഇത്? അതാണ് നമ്മുടെ പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആണ്, സർക്കുലാർ ആണ്, അല്ലേ? സർക്കുലാർ അല്ലേ? സർക്കുലാർ ആണ്. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് കേട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഇത് തനിയെ റെപ്ലിക്കേറ്റ് ചെയ്തോളും. ഇതിനെ ആശ്രയിക്കേണ്ട, ഈ ന്യൂക്ലിയോയിഡിനെ ആശ്രയിക്കാതെ, ഡിപ്പെൻഡ് ചെയ്യാതെ ഇതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സിംഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല, സ്മോൾ സർക്കുലാർ DNA that are having self-replicating power, that structures are called plasmid. മനസ്സിലായോ? പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ എന്തുവാ? ന്യൂക്ലിയോയിഡ് അല്ലാതെ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് കാണുന്ന സർക്കുലാർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA
അതിനെ പ്ലാസ്മിഡ് എന്ന് പറയും. ഇതിന് ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവരെ എന്താന്ന് നമുക്ക് വിളിക്കാം? എക്സ്ട്രാ ക്രോമസോമൽ. ഉണ്ടോ? നമുക്ക് 2 പേനയുണ്ടെങ്കിൽ ഒരെണ്ണം എഴുതും, ഒരെണ്ണം എക്സ്ട്രാ എന്ന് പറയുന്ന കണക്ക് എക്സ്ട്രാ ക്രോമസോമൽ DNA. അപ്പോൾ നമുക്കൊരു സിംഗിൾ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്ലാസ്മിഡ് കാണും? ഇവിടെ 1, 2, 3, 4, 5 കാണിച്ചിട്ടുള്ളൂ. അത്രയേ സ്ഥലമുള്ളൂ. പക്ഷേ എത്രത്തോളം കാണും നോക്കി, 1000 പ്ലാസ്മിഡ്സ്, 1000 പ്ലാസ്മിഡ് വരെ കാണും ഒരൊറ്റ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ എൻറ്റർ ആൻഡ് ലീവ് ബാക്ടീരിയൽ സെൽ ത്രൂ പിലി. എന്താ പിലി? അപ്പോൾ ഇത് 2 ബാക്ടീരിയയുടെ സെല്ല് ഞാൻ കാണിച്ചേക്കുക. പിലി എന്ന് പറഞ്ഞാൽ ചില ട്യൂബുലർ സ്ട്രക്ചേഴ്സ് ആണ്. നോക്കിക്കോ, ഉണ്ടോ? ട്യൂബുലർ സ്ട്രക്ചറാണ്. അതുവഴി ഉണ്ടോ ഈ പ്ലാസ്മിഡിന് ഈ ബാക്ടീരിയ സെല്ലിൽ നിന്നിറങ്ങി അടുത്ത ബാക്ടീരിയ സെല്ലിൽ പോകാൻ പറ്റും. അങ്ങനെ ഒരു കഴിവുണ്ട്. ഉണ്ടോ? നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വേറൊരിടത്തോട്ട് പോകുന്ന കണക്ക്. ഇറ്റ് ക്യാൻ എൻറ്റർ ആൻഡ് ലീവ് ബാക്ടീരിയൽ സെൽ ത്രൂ ഏത് വഴിയാണ്? ആ സ്ട്രക്ചറിൻ്റെ പേര് മറക്കരുത്, പിലി. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോബൈറ്റ് ടു 200 കിലോബൈറ്റ് ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ് DNA എത്രത്തോളം വരും? ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ DNA മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ മൊത്തം DNA എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1 to 2% എന്തുമായിരിക്കും? പ്ലാസ്മിഡ് DNA ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ ഈ പ്ലാസ്മിഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ റെപ്ലിക്കേഷൻ്റെ കണ്ടോ ചില റെഗുലേറ്ററി ജീൻസ് അത് എന്താണെന്നറിയാമോ? എന്താണ് ഇതിന് ഈ ബാക്ടീരിയയുടെ സെല്ലിലെ സൈറ്റോപ്ലാസത്തിലെ ചില മെഷീനറി, അത് ചിലപ്പം ചില പ്രോട്ടീൻസ് ആയിരിക്കാം, ചില എൻസൈംസ് ആയിരിക്കാം, അതിനെ ആവശ്യമുണ്ട്. എന്തിന്? ഈ പ്ലാസ്മിഡ്സിന് റെപ്ലിക്കേറ്റ് ചെയ്യും. ഇതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററി ജീൻസും എല്ലാം ഉണ്ട്. പക്ഷേ ചില മെഷീനറീസ്, ഇതിന് സൈറ്റോപ്ലാസത്തിലുള്ള മെഷീനറീസ് ഇതിന് ആവശ്യമുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും? അതായത് ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ട്, അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയാം, പിന്നെ വീട്ടിൽ സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സാധനങ്ങൾ വാങ്ങാൻ അതിന് ചില ഷോപ്പിൽ പോയി നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നല്ല പറ്റുള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്ലാസ്മിഡ്സിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇൻഡയറക്റ്റ്ലി ഇതിന് ആരെ ആവശ്യമുണ്ട്? ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലുള്ള ചില മെഷീനറീസ്, ചില എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസിനെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മിഡ്സിന് ബയോടെക്നോളജി എന്താണ് നമ്മൾ കണ്ടു അല്ലേ? യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു ബ്രാഞ്ച് ഓഫ് സൈറ്റോളജിയാണ് ബയോടെക്നോളജി. അപ്പം ബയോടെക്നോളജിയിൽ നമ്മുടെ ഈ പ്ലാസ്മിഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹ്യൂമൻ ഇൻസുലിൻ ജീൻ മൾട്ടിപ്ലിക്കേഷൻ. ഇൻസുലിൻ ജീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുവാ? സപ്പോസ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ജീനിൽ നിന്ന് ആയിരിക്കും എന്തുണ്ടാവുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുന്നത്. ഇൻസുലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് റെഗുലേറ്റ് ചെയ്ത് നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടുന്ന ലെവലിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ റോള്. അപ്പം നമുക്കറിയാം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പലരും ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസുലിൻ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാസ്മിഡുകളെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ എന്ന് നോക്കി, ഇൻസുലിൻ ജീൻ ഒരുപാടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത്രയും ഇൻസുലിൻ നമുക്ക് ഉണ്ടായി കിട്ടത്തില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. സോറി, അതിലോട്ട് വരട്ടെ, നോക്കട്ടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു നമ്മുടെ ജീനോമാന്ന് വെച്ചോ. അതിനകത്ത് നമുക്ക് ഇതാണ് ഇൻസുലിൻ ജീൻ എന്ന് വെച്ചോ. അപ്പോൾ ഈ ഇൻസുലിൻ ജീൻ അവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരു ബാക്ടീരിയയുടെ ഒരു പോർഷനാണ് ഞാൻ കാണിച്ചേക്കുന്നത്.
അപ്പം അതിനകത്ത് എന്തുകൊണ്ട് നമ്മുടെ പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് വേറൊരു കളറിൽ ഞാൻ വരച്ചേക്കുന്നുണ്ടോ. അതൊരു പ്രത്യേക സൈറ്റാണ്. ഈ സൈറ്റ് അതായത് നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോൾ താക്കോൽ വീടിൻ്റെ ഡോറിൻ്റെ അതേ താക്കോൽ ഇട്ടാൽ തുറക്കാൻ പറ്റത്തില്ലേ, അതേപോലെ ഒരു പ്രത്യേകതയുള്ളൊരു സൈറ്റാണ് പ്ലാസ്മിഡിൻ്റെ ഉള്ളിലെ. ഇതിൻ്റെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എൻസൈം വന്നു കഴിഞ്ഞാൽ ആ എൻസൈം ഈ പ്രത്യേക പോയിന്റിൽ തന്നെ കട്ട് ചെയ്ത് ഈ ഇത്രയും പോർഷൻ മാറ്റും. അപ്പോൾ ഈ സ്പേസിലോട്ട് നമ്മളുടെ ഇൻസുലിൻ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ പ്ലാസ്മിഡിൻ്റെ പ്രത്യേകത എന്താ, സ്വയം ഇതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻസുലിൻ ജീനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറേ 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 ഇൻസുലിൻ ജീൻ ഈ ബാക്ടീരിയക്കകത്ത് ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഈ ഇതിനകത്ത് കുറേ 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 ഇൻസുലിൻ ഉണ്ടാവത്തില്ലേ. പിടികിട്ടിയാ? നോക്കൂ. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം വന്നു, അവിടെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ എന്താണ് ഇൻസുലിൻ ജീനിനെ എടുത്ത് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ പ്ലാസ്മിഡ് അവിടെ ഇരുന്ന് അങ്ങ് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്തിൻ്റെ എണ്ണം കൂടി, ഇൻസുലിൻ ജീനിൻ്റെ എണ്ണം ഈ ബാക്ടീരിയ സെല്ലിനകത്ത് കൂടിയില്ലേ. കൂടിയപ്പോൾ അത്രയും നമുക്ക് എന്ത് കിട്ടും, ഇൻസുലിൻ കിട്ടും. കേട്ടോ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. അപ്പം അങ്ങനെയുള്ളൊരു ബാക്ടീരിയ ആയിട്ട് മാറിയില്ലേ. ബയോടെക്നോളജി വഴി അതിനെ അങ്ങനെ ഒരു ബാക്ടീരിയ ആയിട്ട് മോഡിഫൈ ചെയ്തു. ഇങ്ങനത്തെ അനേകം ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത്രയും ഓരോ ബാക്ടീരിയ ഓരോ 30 സെക്കൻഡിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഒന്ന് സങ്കല്പിച്ചുവെങ്കിൽ എത്രത്തോളം ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ. ഓക്കെ, സോ പ്ലാസ്മിഡിൻ്റെ ബയോടെക്നോളജിയിലുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻസുലിൻ ജീൻ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇതും ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പിസോം. ഇതിനകത്ത് എല്ലാം ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ് രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടത് ഇന്റേണൽ സ്ട്രക്ചേഴ്സിലെ. ഇനി എപ്പിസോം എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പിസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം കൂടി പിടിച്ചോ. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി. പ്ലാസ്മിഡ് പോണക്ക് തന്നെ എക്സ്ട്രാ ജനറ്റിക് എലമെന്റ്സ് ആണ്. പക്ഷെ എന്ത് പ്രത്യേകത, ഇവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി നിൽക്കാം. അതേപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയോയിഡ് ഇല്ലേ, അതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കാം. മനസ്സിലായോ? ഇതിന് അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എപ്പിസോം എന്ന് പറയുമ്പോഴത്തേക്കുണ്ടോ ഈ പ്ലാസ്മിഡ് പോലെ വേറെ ആയിട്ട് നിൽക്കാം. ഇതിന് നമ്മുടെ മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ന്യൂക്ലിയോയിഡിനെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിൽക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഡിഫറൻസ് വെൻ കമ്പയർ വിത്ത് ദാറ്റ് ഓഫ് പ്ലാസ്മിഡ്. ഓക്കെ, as it incorporates into bacterial chromosome. ബാക്ടീരിയയുടെ ക്രോമസോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം, ന്യൂക്ലിയോയിഡിൻ്റെ ഭാഗമായിട്ട് മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ വേറൊരു സിമിലാരിറ്റി ഉണ്ട് പ്ലാസ്മിഡുമായിട്ട്. പ്ലാസ്മിഡിന് ഒരു ബാക്ടീരിയ സെല്ലിൽ നിന്ന് അടുത്ത ബാക്ടീരിയ സെല്ലിലേക്ക് പിലി വഴി പോകാമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇതിനും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ആർക്കും പറ്റും, എപ്പിസോംസിനും പറ്റും. ഇനി അടുത്ത ഒരു ഇന്റേണൽ സ്ട്രക്ചറാണ് റൈബോസോംസ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. റൈബോസോം എന്ന് പറയുന്നത് കണ്ടോ, ഈ ബാക്ടീരിയ സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസത്തിൽ എന്തുണ്ട്, ന്യൂമറസ് റൈബോസോംസ് ഉണ്ട്. അപ്പോൾ റൈബോസോംസ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോട്ടീൻ സിന്തസൈസ്, അതായത് ട്രാൻസ്ലേഷൻ പഠിച്ചിട്ടുണ്ടോ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ അറിയോ, ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒന്ന് പറയാം. അപ്പം നമ്മുടെ ജീനിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുമ്പോഴാണ് RNA mRNA ആണ് മെയിൻലി എന്ന് പറയാം നമുക്ക്. പ്രോട്ടീൻ ഉണ്ടാവേണ്ട കേസിൽ ഈ mRNA പിന്നെ ട്രാൻസ്ലേഷൻ ാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ സ്റ്റെപ്പിൽ ആവശ്യമുള്ള ആളാണ് എന്തെന്ന്, റൈബോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഈ റൈബോസോംസ് കുറേ എവിടെയുണ്ട്, നമ്മുടെ ബാക്ടീരിയയുടെ പ്രോട്ടോപ്ലാസത്തിൽ ഉണ്ട്.
അപ്പോൾ എന്തായിരിക്കും ഇവരുടെ പണി എന്തായിരിക്കും? ഇവിടെ ട്രാൻസ്ലേഷൻ നടത്തി ഈ ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പം ഈ റൈബോസോം എടുത്തു കഴിഞ്ഞാൽ റൈബോസോമിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉള്ളത്? നോക്കി കുറേ RNAസും കാണും, ചില പ്രോട്ടീൻസും കാണാൻ പറ്റും. ഏതൊക്കെയാണുള്ളത്? RNA പ്രോട്ടീൻസും. എന്തിനകത്താണ് ഉള്ളത്? റൈബോസോംസിനകത്ത്. അപ്പം ബാക്ടീരിയക്കകത്ത് കുറേ റൈബോസോംസ് ഉണ്ട്. റൈബോസോം എടുത്ത് അതിനകത്ത് എന്തുണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് ആരെയൊക്കെ കാണാം? RNAയും കാണാം, പ്രോട്ടീൻസിനെയും കാണാം. ഇനി ഇതുണ്ട് നോക്കിയേ, ചെയിൻ ഓഫ് റൈബോസോംസ് കണ്ടോ? ഇപ്പം ഒരു എന്താണ് ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ്, അതിൽ ചില പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ പോലെ റൈബോസോം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണാം. അങ്ങനെയുള്ള റീജിയനെ നമുക്ക് ഒരു പേര് വിളിക്കുക, എന്താണെന്നറിയാം? പോളി റൈബോസോംസ്. അതും ഈ ബാക്ടീരിയ സെല്ലിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നമ്മുടെ റൈബോസോം നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണുമ്പം എന്തുണ്ട്? ഒരു വലിയൊരു ബോളും ഒരു കുഞ്ഞു ബോളും അല്ലേ? ഒരു വലിയ സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. അപ്പം ഈ പ്രോക്യാരിയോട്ടിലെ റൈബോസോം എന്ന് പറയുന്നത് 70S ടൈപ്പ് എന്നാണ് പറയുന്നത്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഡ്ബർഗ് യൂണിറ്റ് ആണ്. എന്തോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പം നമ്മുടെ ഏതെങ്കിലും ഒരു മിക്സ്ചർ ഉണ്ട്. അപ്പോൾ അതിനകത്തെ ഡിഫറെൻറ്റ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. അപ്പം ഈ ഇൻസ്ട്രുമെൻ്റ് ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ട്യൂബ് അറ്റ്ലീസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പം പിന്നെ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ പല ലെയറായിട്ട് സെറ്റിൽ ചെയ്യും. മനസ്സിലായോ? അതാണ്. അപ്പം അങ്ങനെ ഇപ്പം ഈ പ്രോക്യാരിയോട്ടിൻ്റെ റൈബോസോം സെറ്റിൽ ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണ് ഈ 70S എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോക്യാരിയോട്ടിൻ്റെ റൈബോസോം 70S ആണ്. അതായത് 70S റേറ്റിലാണ് അത് സെഡിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ലാർജ് സബ് യൂണിറ്റ് ഉണ്ട്. ലാർജ് സബ് യൂണിറ്റിൻ്റെത് 50S ആണ്. 50S. സ്മോൾ സബ് യൂണിറ്റ് 30S. അതായത് ലാർജ് സബ് യൂണിറ്റ് സെഡിമെൻറ്റ് ചെയ്യുന്ന റേറ്റ് 50 ആയും സ്മോൾ സബ് യൂണിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ സെഡിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് 30. അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. റൈബോസോം എന്ന് പറയുന്നത്, പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് 70S ടൈപ്പാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താ? റൈബോസോമിൻ്റെത് ട്രാൻസ്ലേഷൻ ഓഫ് mRNA. mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. ഇനി വേറൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് കണ്ടത്? ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, എപ്പിസോംസ്, പിന്നെ റൈബോസോം. ഇനി അടുത്ത സ്റ്റോറേജ് ഗ്രാന്യൂൾസ്. സ്റ്റോറേജ് ഗ്രാന്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പിക്ചറിനകത്ത് കണ്ടോ, ഇങ്ങനെ നമുക്ക് കാണാം കുറേ കുഞ്ഞു 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 ഗ്രാന്യൂൾസ് റെഡ് കളറിൽ. അതാണ് സ്റ്റോറേജ് ഗ്രാന്യൂൾസ്. ഡെൻസ്ലി കോമ്പാക്റ്റഡ് സ്റ്റോറേജ് ഗ്രാന്യൂൾസും ബാക്ടീരിയയുടെ പ്രോട്ടോപ്ലാസത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ് ഈ ഗ്രാന്യൂൾസിനകത്ത് ഉള്ളത്? ഉള്ളത് റിസർവ് ഫുഡാണ്. എന്തൊക്കെയാണ്? ഗ്ലൈക്കോജൻ കാണും, ലിപ്പിഡ്സ് കാണും, പോളിഫോസ്ഫേറ്റ് കാണും, സൾഫർ, നൈട്രജൻ, ഇതെല്ലാം ഗ്രാന്യൂൾസിനകത്ത് ഉണ്ട്. ഇനി പോളിഫോസ്ഫേറ്റ് ഉള്ള ഗ്രാന്യൂൾസിനൊരു പ്രത്യേക പേര് പറയും, വൊളൂട്ടിൻ. കേട്ടോ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വൊളൂട്ടിൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോണം, ഇത് വേറൊന്നുമല്ല, ചില സ്റ്റോറേജ് ഗ്രാന്യൂൾസ് ആണ് ബാക്ടീരിയയുടെ പ്രോട്ടോപ്ലാസത്തിലുള്ളത്. അതിനകത്ത് എന്താ ഉള്ളത്? പോളിഫോസ്ഫേറ്റ്. പോളിഫോസ്ഫേറ്റ് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഇങ്ങനെ ചെയിനായിട്ട് പോളിഫോസ്ഫേറ്റ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻഡോസ്പോർ. ഇനി അടുത്ത ബാക്ടീരിയയുടെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറാണ്. എന്താ ഈ എൻഡോസ്പോർ? എൻഡോസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള ഡോർമൻ, ആക്ടിവിറ്റി ഒന്നുമില്ല, മീൻസ് ഒരു ആക്റ്റീവ് അല്ല, ലൈവ്ലി അല്ല, അങ്ങനത്തെ ഒരു നോൺ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ബാക്ടീരിയയുടെ ഉള്ളിലുണ്ടാവുന്നത്. എന്തിനാ ഇതുണ്ടാവുന്നേ? എക്സ്ട്രീം എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ ഇതിൽ ആമയൊക്കെ
നമ്മൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പം അതിൻ്റെ കൂടി അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് വലിയുന്നത്. അതുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയാം. എൻഡോസ്പോർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയ്ക്ക് അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ഹീറ്റ്, റേഡിയേഷൻ, ഡെസിക്കേഷൻ, കെമിക്കൽസിൻ്റെ ഒക്കെ പ്രസൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു എൻഡോസ്പോർ ഉണ്ടാക്കും. എൻഡോസ്പോർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഇതിനകത്ത് കാണാൻ ചിലപ്പം ബാക്ടീരിയയുടെ ഉള്ളിൽ കാണാം. അപ്പോൾ ആ എൻഡോസ്പോർ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഇത് ബാക്ടീരിയ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇതാ വന്നു, ഭയങ്കര എന്താണ് അഡ്വേഴ്സ് ഹോസ്റ്റൈലായിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയോഡ്, അതിൻ്റെ DNA എന്ത് ചെയ്യും, സെൻട്രൽ പൊസിഷനിൽ വന്നിട്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കും. ഈ സെല്ലിനെ മദർ സെൽ എന്ന് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു എന്താണ് ഒരു നോച്ച് വന്നിട്ട് ഉണ്ടോ, ഒരു ഡിപ്രഷൻ എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മാറും. അപ്പം DNA-യും 2 ആയിട്ട് മാറും. അപ്പം ഇതിലെ ഈ കണ്ടോ, ഈ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ 2 എണ്ണമായിട്ട് മാറി. സ്റ്റിൽ ഇത് ആദ്യത്തെ ആ ബാക്ടീരിയയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്ത കുഞ്ഞ് സ്മോൾ സെല്ലിനെ സ്പോർ എന്ന് പറയും. മറ്റേത് നമ്മുടെ മദർ സെല്ല് കേട്ടോ. ഈ മദർ സെൽ എന്ത് ചെയ്യുന്നറിയാമോ, ഈ സ്പോറിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും. പിന്നീട് എൻഗൾഫ് ചെയ്ത് കണ്ടോ, എന്നിട്ട് ഈ മദർ സെല്ലിൻ്റെ DNA എന്ത് ചെയ്യും, അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് പോവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടോ 2 മെംബ്രെയിനും ഫോം ചെയ്യും. കണ്ടോ ഇവിടെ 2 മെംബ്രെയിൻ വെച്ച് കവർ ചെയ്ത് DNA ഉള്ളൊരു സ്ട്രക്ചർ. ബാക്ടീരിയയ്ക്ക് അകത്തല്ലേ കാണുന്നത്, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് പറഞ്ഞത്. പിന്നെന്താ സംഭവിക്കുന്നേ, ഈ 2 മെംബ്രെയിൻ്റെ ഇടയിൽ ഒരു പെപ്റ്റിഡോഗ്ലൈക്കെയിൻ മെംബ്രെയിന് ഫോം ചെയ്യും. അത് കോർട്ടെക്സ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും, കോർട്ടെക്സ് എന്ന് പറയും. കോർട്ടെക്സ് ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, കോർട്ടെക്സ് പെപ്റ്റിഡോഗ്ലൈക്കൻ മെംബ്രെയിൻ ആയിട്ടുള്ള കോർട്ടെക്സിൻ്റെ പുറമെ പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടൂടെ ഫോം ചെയ്യും. ചില എൻഡോസ്പോറിൽ വേറൊരു മെംബ്രെയിനും കൂടെ ഫോം ചെയ്യും. അതിനെ എക്സോസ്പോറിയോ എന്ന് പറയും. ഇത്രയുമായി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മെച്ചുവറായിട്ടുള്ള എൻഡോസ്പോറ്. ഇനി ഇതിനെ പുറത്ത് കളയണ്ടേ, എങ്ങനെയാണ് കളയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മദർ സെല്ലിൻ്റെ വാൾ ബ്രേക്ക് ചെയ്തിട്ട് മെച്ചുവർ എൻഡോസ്പോറ് റിലീസ് ചെയ്യും. മനസ്സിലായി. പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വരുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൽ നിന്ന് പിന്നെ ആ ബാക്ടീരിയയ്ക്ക് ആക്റ്റീവായിട്ട് വരാൻ പറ്റും. സോ ദാറ്റ് ഈസ് എങ്ങനെയാണ് എൻഡോസ്പോർ ഫോം ചെയ്യുന്നത്. എന്തായാലും എൻഡോസ്പോർ എന്ന് പറയുന്നത് ടഫ്, ഡോർമൻ്റ്, നോൺ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫോംഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. എന്തിനാ, ടു സർവൈവ് എക്സ്ട്രീം എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസ് ലൈക്ക് ഹീറ്റ്, റേഡിയേഷൻ, ഡെസിക്കേഷൻ ആൻഡ് കെമിക്കൽസ്. ഇനി നമ്മൾ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് കാണാൻ പോവാണ്. എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിൽ ക്യാപ്സ്യൂൾ ഏറ്റവും പുറമെ കാണുന്ന ഒരു ലെയറാണ്. നമുക്ക് നമ്മുടെ സ്കിന്നിൽ തൊലി ഉണ്ടല്ലോ, അതേപോലെ കണക്ക് ബാക്ടീരിയയ്ക്ക് ഒരു ലെയർ ഓഫ് നമുക്ക് ഒരു ലെയർ അല്ല, ബാക്ടീരിയയുടെ തൊലിയാണ്. സ്കിന്നിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം കാണുന്നത്. കാരണം നമ്മൾ പുറമേന്ന് വരുവാണ് ഉള്ളിലേക്ക്. അപ്പം സോറി നമ്മൾ ഉള്ളിലെ കാര്യങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, എപ്പിസോം, സ്റ്റോറേജ് ഗ്രാന്യൂൾസ്, റൈബോസോംസ്, എൻഡോസ്പോർ, അത്രയും ഇൻറ്റേർണൽ അപ്പം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനി പുറത്തേന്ന് ഉള്ളതാണ് നമ്മുടെ അതിൻ്റെ സ്കിൻ അല്ലേ. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ള ലെയറാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ട്സൈഡിലുള്ള ലെയറാണ് ക്യാപ്സ്യൂൾ. നോക്കൂ, ഒരു ബാക്ടീരിയ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ആ ബ്ലൂ കളറിലുള്ള ലെയറാണ് ക്യാപ്സ്യൂൾ. കണ്ടോ, ക്യാപ്സ്യൂളിൽ കുറേ ഇങ്ങനെയുള്ള എന്താണ് ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സൊക്കെ ഇപ്പോൾ കാണാം. അതാണ്ട് ഇവിടുത്തെ ഈ പിക്ചറിലും കണ്ടോ, പുറമേയുള്ള പിങ്ക് കണ്ടോ, കുറേ എന്താണ് ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. എന്തായാലും അപ്പോൾ ക്യാപ്സ്യൂൾ എങ്ങനെയുണ്ട്, എന്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്, പോളിസാക്രൈഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മോർ ദാൻ 10 എന്താണ് മോണോസാക്രൈഡ് യൂണിറ്റ് ചേർന്നതിന് പോളിസാക്രൈഡ്. ചില സമയത്ത് പ്രോട്ടീൻ വെച്ചിട്ടും ഇതിൻ്റെ ക്യാപ്സ്യൂൾ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഇമേജ് ഉണ്ടോ നോക്കട്ടെ. അതുകൊണ്ട് ഇതിൽ കാണാം നമുക്ക്, കണ്ട ലെയർ, പുറമേ ഉള്ള റെഡ്
അത് ക്യാപ്സ്യൂൾ. അതിൻ്റെ അകത്ത് വേറൊരു ലെയറുണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു ലെയറുണ്ട്. ഇത് ആ ലേസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെത്തി ചെത്തി വെച്ചിരിക്കുന്നതാണ് കണ്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ക്യാപ്സ്യൂൾ, ഏറ്റവും പുറമേ ഉള്ളത് ഏതാണ്? ക്യാപ്സ്യൂൾ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസാക്രൈഡ് വെച്ചിട്ടാണ്. ചില സമയം പ്രോട്ടീൻസ് വെച്ചിട്ടുണ്ടാവും. ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷനാണ്. ഇപ്പം നമ്മുടെ ബോഡിയിലൊക്കെ ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ WBC ഉടനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇപ്പോൾ ഒരു ബാക്ടീരിയയാണ്, അപ്പോൾ നമ്മുടെ WBC ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും ഇല്ലേ? ഇതിനെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെ നശിപ്പിച്ച് കളയാതിരിക്കാൻ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും ഏത്? ക്യാപ്സ്യൂൾ, പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക്. അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇനി ഔട്ടർ മെമ്പറൈൻ. ഇവിടെ നോക്കുമ്പോൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്, ഓക്കെ, കാണാമല്ലോ അല്ലേ? ഓറഞ്ച് കളറിലുള്ള ലെയർ. ഈ ഔട്ടർ മെമ്പറൈൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കില്ല, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രമേ ഉള്ളൂ. ഗ്രാം നെഗറ്റീവ്, ഇനി ഗ്രാം നെഗറ്റീവ് പോസിറ്റീവ് എന്തുവാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ക്യാപ്സ്യൂൾ കഴിഞ്ഞിട്ട് തൊട്ട് അടിയിലായിട്ടുള്ള ലെയറാണ് ഔട്ടർ മെമ്പറൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിഡ് ബൈലെയറാണ്. ലിപ്പിഡ് ബൈലെയർ, ലിപ്പിഡിൻ്റെ 2 ലെയറാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രോട്ടീനും ഉണ്ട്. ഞാൻ വരച്ച് കാണിക്കും, ഇപ്പോൾ നോക്കിക്കോ. കണ്ടോ, ഇത് ലിപ്പിഡിൻ്റെ ഒരു ലെയർ, ഇത് ലിപ്പിഡിൻ്റെ അടുത്ത ലെയർ. അതിൻ്റെ മുകളിലും ഒക്കെ എന്തുണ്ട്? പ്രോട്ടീൻ. റെഡ് ട്രാവേഴ്സ് ചെയ്തിട്ടും കാണും പ്രോട്ടീൻസ്. ഉണ്ടോ? എന്തായാലും അപ്പം പ്രോട്ടീനും ലിപ്പിഡും കൂടെ ചേരുമ്പം അറ്റാച്ച് ചെയ്ത് ഉള്ള അതിനെ നമുക്ക് എന്താ പറയാം? ലിപ്പോ പ്രോട്ടീൻ. അപ്പം ഇതൊരു ലിപ്പോ പ്രോട്ടീൻ ആണ്. ഉണ്ടോ? ലിപ്പോ പ്രോട്ടീൻ മൊളിക്യൂള് ആരുമായിട്ട് കോണ്ടാക്ട് ഇരിക്കും? അതിൻ്റെ അടിയിലത്തെ ലെയറിനെ കുറിച്ച് നമ്മളിനി പഠിക്കും. സെൽവാളാണ്. ഇപ്പം അതിനെ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചോ, പെപ്റ്റിഡോഗ്ലൈക്കെയിൻ ലെയർ എന്നുള്ള പേരൊന്നും കേട്ട് ഞെട്ടണ്ട. ഈ ഔട്ടർ മെമ്പറൈൻ ആണല്ലോ ഇത്. അതിൻ്റെ തൊട്ടടിയിലെ മെമ്പറൈനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും ഏത്? ലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേടിക്കേണ്ട ഒന്നുമില്ല. ഈ ഔട്ടർ മെമ്പറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡിൻ്റെ 2 ലെയർ ചേർന്നയാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രോട്ടീനുകൾ കാണാമെന്ന് പറഞ്ഞു. അപ്പം ലിപ്പിഡിൻ്റെ ഒരു മൊളിക്യൂളും ഒരു പ്രോട്ടീനോട് ചേർന്നാൽ അതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? ലിപ്പോ പ്രോട്ടീൻ. ആ ലിപ്പോ പ്രോട്ടീൻ ആരെ തൊട്ടാണ് ഇരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കെയിൻ ലെയർ, അതായത് ഇതിൻ്റെ തൊട്ടടിയിലുള്ള ലെയർ. ഓക്കെ, അതിവിടെ ഓറഞ്ച് കളറിൽ കാണാം. മനസ്സിലായോ? ഓക്കെ, ഇനി ഔട്ടർ ലിപ്പോ പോളിസാക്കറൈഡ്സ്. ഇനി ഈ ഔട്ടർ മെമ്പറൈൻ ലിപ്പിഡ് ബൈലെയറാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് ഇന്നർ ലിപ്പിഡ് ലെയർ, ഇത് ഔട്ടറിൽ ചില ലിപ്പോ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഔട്ടറിലുള്ള ചില ലിപ്പിഡ് മൊളിക്യൂളിനെ അറ്റാച്ച് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് കാണും. അപ്പം കാർബോഹൈഡ്രേറ്റും ലിപ്പിഡൂടെ ആകുമ്പം അതിനെ ലിപ്പോ പോളിസാക്കറൈഡ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പം ഈ ലിപ്പോ പോളിസാക്കറൈഡിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ കയറിയാൽ ആ ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാൻ, ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതെയാക്കാൻ ഈ ലിപ്പോ പോളിസാക്കറൈഡ്സ് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ബാക്ടീരിയാസിന്. ഏത് ബാക്ടീരിയയിലാണ് കാണുന്നത്? ഏത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ. ഓക്കെ, ഇനി അടുത്തത് സെൽവാൾ. സെൽവാളിൽ ഇച്ചിരി കുറേ കാര്യങ്ങളുണ്ട്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്നൊക്കെ മനസ്സിലാക്കാൻ, അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നതിൽ സെൽവാൾ എന്ന് പറയുന്ന ആ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുവായാലും നോക്കിക്കോളൂ. അപ്പം ഇത് ക്യാപ്സ്യൂള്, അതിൻ്റെ അടിയിൽ ഔട്ടർ മെമ്പറൈൻ, അതിൻ്റെ അടിയിലാണ് ഈ പർപ്പിൾ കളറിലുള്ളതാണ് സെൽവാൾ. അതിൻ്റെ നേച്ചർ എന്താണ്? സെമി റിജിഡ് ആണ്, നോൺ സെല്ലുലോസിക് ആണ്. സെല്ലുലോസ് വെച്ചിട്ടല്ല ഫോം ചെയ്തിരിക്കുന്നത്, സെമി റിജിഡ് ആണ്. എവിടെയാണ് കാണുന്നത്? ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ കളറിലുള്ളതാണ് പ്ലാസ്മ മെമ്പറൈൻ. അതിൻ്റെ ഔട്ട്സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ബാക്ടീരിയയ്ക്ക് ഷേപ്പ് കൊടുക്കുക എന്നുള്ള ഫങ്ഷനാണ്. അതുകൊണ്ട് ഫോമായിട്ട് സെമി റിജിഡ് അല്ലേ? അപ്പം ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് വെള്ളവും ഒക്കെ ഡിഫ്യൂസ് ചെയ്ത് കയറി ഇത് വീർത്ത് ബലൂൺ പൊട്ടിപ്പോകാതെ
അതിനെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേംനെസ് കൊടുക്കുന്നതും ആരാണ്? സെൽ വാളാണ്. ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഈ സെൽ വാൾ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുവാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരുന്നയാ? പോളിസാക്രൈഡും പ്രോട്ടീനും. ഇനി നമുക്ക് പോളിസാക്രൈഡിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. പോളിസാക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? 10ൽ കൂടുതൽ എന്തോ ചേരുന്നതാണ് മോണോസാക്രൈഡ് യൂണിറ്റ്സ്. 10ൽ കൂടുതലായോ? 1 2 3 4 5 6 7 8 9 10 15. അപ്പോൾ ഇതൊരു പോളിസാക്രൈഡായി. ഇതിൻ്റെ കൂട്ടത്തിൽ ചില പ്രോട്ടീൻ, ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. ചില പ്രോട്ടീൻ കൂടെ ചേരുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്, മ്യുറൈൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇപ്പം മ്യുറൈൻ സെൽ വാളാണ് ബാക്ടീരിയയ്ക്കുള്ളത് എന്ന് കേൾക്കുമ്പോൾ വേറെ ഒന്നുമില്ല. എന്തുവാണ് മനസ്സിലാക്കേണ്ടത്? ഇത് സെൽ വാളിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് സെൽ വാളിലെ പെപ്റ്റിഡോഗ്ലൈക്കനെ കുറിച്ചാണ് പറയുന്നത്. ബാക്ടീരിയയുടെ സെൽ വാളിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ പേരാണ് മ്യുറൈൻ. എന്തോ ക്ലിയർ ആയോ? ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ്. ഇനി എന്തൊരു പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെന്ന് ചോദിച്ചാൽ മ്യുറൈൻ. ഓക്കെ, ഇനി മ്യുറൈൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിക്കാം നിങ്ങളെ. നോക്കിക്കോ. മ്യുറൈൻ ഈ പിക്ചർ ഇതിലോട്ട് വരും. ഇങ്ങോട്ട് വരട്ടെ. മ്യുറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമറാണ് വെച്ചാൽ എങ്ങനെയാണ് പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ യൂണിറ്റ്സ് ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ബിഗ് സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ ആൻഡ് എൻ അസറ്റൈൽ മ്യുറാമിക് ആസിഡ്, അതാണ് മെയിൻ കമ്പോണൻസ്. അതിൻ്റെ കൂട്ടത്തിൽ ആരുണ്ടെന്ന് നോക്കിയേ. ടെട്രാപെപ്റ്റൈഡ് എന്ന് പറയുമ്പം 4 അമിനോ ആസിഡ് അല്ലേ ചേരുന്നതിനെയാണ് ടെട്രാപെപ്റ്റൈഡ്. ടെട്രാപെപ്റ്റൈഡിൻ്റെ സൈഡ് ചെയിൻസും ഉണ്ട്, പിന്നെ ക്രോസ് ലിങ്ക്സ് ഉണ്ട്. ക്രോസ് ലിങ്ക്സ് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. അപ്പം മ്യുറൈൻ്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈനും എൻ അസറ്റൈൽ മ്യുറാമിക് ആസിഡും നമ്മൾ ഓക്കെ, അതാണ് മെയിൻ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ചെയിൻസ് ആയിട്ട് ആരുണ്ട്? ടെട്രാപെപ്റ്റൈഡ് ഉണ്ട്, പിന്നെ ചില ക്രോസ് ലിങ്ക്സും ഉണ്ട്. ഇനി നോക്കി, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കാണിക്കുന്ന സ്ട്രക്ചർ നോക്കുക കേട്ടോ. ഇതിനകത്തെ മെയിൻ കണ്ടോ, ഈ പച്ച കളറിലുള്ളതാണ് എൻ അസറ്റൈൽ മ്യുറാമിക് ആസിഡ്. ഉണ്ടോ? ഓൾട്ടർനേറ്റ് ചെയ്തല്ലേ കാണുന്നേ. ഇനി റെഡ് കളറിലുള്ളത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ. അപ്പം എൻ അസറ്റൈൽ മ്യുറാമിക് ആസിഡ് ആണ് ഒരു പൊസിഷനിലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ, അത് കഴിഞ്ഞിട്ട് മ്യുറാമിക്, അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസാമൈൻ, ഇങ്ങനെ പോകും. എന്നിട്ട് സൈഡ് ചെയിനായിട്ട് ഉണ്ടോ 1 2 3 4 അമിനോ ആസിഡ് ഉണ്ടോ? ഇങ്ങനെ സൈഡ് ചെയിനായിട്ട് ഇങ്ങനെ എല്ലാ ഏതിനെയും അറ്റാച്ച് ചെയ്താൽ കാണുന്നതെന്ന് നോക്കി. എൻ അസറ്റിൽ മ്യുറാമിക് ആസിഡിനെ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടോ സൈഡ് ചെയിനായിട്ട് 4 അമിനോ ആസിഡ് കാണുന്നുണ്ട്. അതാണ് ടെട്രാപെപ്റ്റൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ക്രോസ് ലിങ്ക് ആയിട്ടൊരു പെൻഡാഗ്ലൈസിൻ. പെൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, ഗ്ലൈസിൻ ഉണ്ടോ? ഗ്ലൈസിൻ അമിനോ ആസിഡ് 5 ഗ്ലൈസിൻ ഇങ്ങനെ ക്രോസ് ലിങ്ക് ചെയ്തും കാണുന്നുണ്ട്. അപ്പം ഇതാണ് ഏതിൻ്റെ? മ്യുറൈൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലെയർ, അതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. ഇങ്ങനത്തെ ഒരു ലെയർ അല്ല. ഗ്രാം പോസിറ്റീവിൻ്റെ കേസിൽ നമ്മളിപ്പം 2-3 ഷീറ്റുകൾ മോളി അപ്പം ഇപ്പോൾ ഒരു ഷീറ്റ്, അതിൻ്റെ മോളി അടുത്ത ഷീറ്റ്, അതിൻ്റെ മോളി, അങ്ങനെ ലെയർ ആയിട്ട് കുറേ ഒരു 10-40 ലെയർ കാണും ഗ്രാം പോസിറ്റീവ്. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ലെയർ കാണത്തില്ല. പെപ്റ്റിഡോഗ്ലൈക്കൻ ഒന്നായിരിക്കും, ചിലപ്പോൾ കൂടിപ്പോയാൽ 2 ലെയർ കാണും. മനസ്സിലായോ? അപ്പം ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും എടുക്കുമ്പോഴത്തേക്ക് സെൽ വാൾ ഏതിൻ്റെ ആയിരിക്കും? ഗ്രാം നെഗറ്റീവിൻ്റെ. ഗ്രാം പോസിറ്റീവിന് പെപ്റ്റിഡോഗ്ലൈക്കൻ, അതായത് മ്യുറൈൻ ലെയേഴ്സ് കുറേ ഉള്ളതുകൊണ്ട് തിക്കായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇനി മ്യൂറൈൻ ഒന്നുകൂടെ വായിച്ചു നോക്കി. ഇറ്റ്സ് എ പോളിമർ ആണ്. എന്തൊക്കെ? ഓൾട്ടർനേറ്റിംഗ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ ആൻഡ് എൻ അസറ്റൈൽ മുറാമിക് ആസിഡ് വിത്ത് ടെട്രാപെപ്റ്റൈഡ് സൈഡ് ചെയിൻ ആൻഡ് പെൻഡാഗ്ലൈസീൻ ക്രോസ് ലിങ്ക്സ്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. ഇനി ഗ്രാം പോസിറ്റീവിൻ്റെയും ഗ്രാം നെഗറ്റീവിൻ്റെയും ആ സെൽ വാളിൻ്റെ ഡിഫറൻസ് നോക്കി. ഇവിടെ നോക്ക്, ഗ്രാം പോസിറ്റീവ് നോക്കിയപ്പോഴത്തേക്ക് ഇത് പെപ്റ്റിഡോഗ്ലൈക്കൻ, അതായത് മ്യൂറൈൻ ലെയർ എത്ര എണ്ണം കേട്ടോ? കുറേ, ഇവിടെ 4 കാണുന്നുള്ളൂ. 10-40 ലെയർ വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നോക്കിക്കേ, ഗ്രാം നെഗറ്റീവിൽ ഒരു ലെയറേ വരുന്നുള്ളൂ. അപ്പം അതൊരു ഡിഫറൻസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ സെൽ വാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാറ്റിസായിട്ട് ആണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂറൈൻ ലെയർ കാണുന്നത്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു നെറ്റ്വർക്ക് കണക്ക് അതിൻ്റെ മുകളിൽ കാണുന്ന കുറേ ലേസ് ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഈ സെൽ വാൾ എന്തുവാണ് കൊടുക്കുക? ഷേപ്പ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. പ്രിവെൻറ്റ് ബേസ്റ്റിംഗ് ഓഫ് ദി ബാക്ടീരിയൽ സെൽ എന്നൊക്കെ പറഞ്ഞു. ഇനി അപ്പം ഈ സെൽ വാളിനെ കുറിച്ച് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പം വേറെ ചില ടൈപ്പ് ബാക്ടീരിയാസിനെ കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. ഇത് 1 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ മൈക്കോപ്ലാസ്മ? മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനസ് ഓഫ് ബാക്ടീരിയയാണ്, സിമ്പിൾ ബാക്ടീരിയയാണ്. ഇവർക്ക് എന്തോ ഇല്ല, ഇവർക്ക് സെൽ വാളേ ഇല്ല. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും എടുത്താൽ രണ്ടിനും സെൽ വാളുണ്ട്. ഒന്നിന് കുറേ ലേയേഴ്സ് ഉണ്ട്. ഇതിനാ കൂടുതൽ ലേയേഴ്സ് ഉള്ളത്? ഗ്രാം പോസിറ്റീവിന്. 1-2 ഒക്കെ ഉള്ളത് ഗ്രാം നെഗറ്റീവ്. ഇനി സെൽവാളേ ഇല്ലാത്ത ബാക്ടീരിയയുടെ ജീനസിനെ പറയുന്നതാണ് മൈക്കോപ്ലാസ്മ. അപ്പോൾ സെൽവാള് ഇല്ലെങ്കിൽ ഇതിന് ഈ ബാക്ടീരിയക്ക് ഏത് ഷേപ്പും അറ്റൈൻ ചെയ്യാമല്ലോ. അപ്പോൾ എതിരേക്കൂടെ വേണമെങ്കിലും പോവാമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മൈക്കോപ്ലാസ്മ, ദേ ആർ ഫ്ലെക്സിബിൾ, they can change the shape, they are resistant for antibiotics like penicillin. കേട്ടോ? അപ്പോൾ ഈ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഈ ബാക്ടീരിയസിൻ്റെ സെൽ വാളിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാളില്ല, അതുകൊണ്ട് പെൻസിലിന് റെസിസ്റ്റൻറ്റുമാണ് ഈ മൈക്കോപ്ലാസ്മ. ഇനി ഗ്രാം പോസിറ്റീവ് വേഴ്സസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ചിഹ്ന ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനെ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയും. ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പം സ്റ്റെയിനിൻ്റെ പർപ്പിൾ കളർ റീറ്റെയിൻ ചെയ്യും ഗ്രാം പോസിറ്റീവ്. ഗ്രാം നെഗറ്റീവ് റീറ്റെയിൻ ചെയ്യില്ല. ഇപ്പം ഗ്രാം പോസിറ്റീവിന് മ്യൂറൈനിന് കുറേ ലേയേഴ്സ് കാണും കേട്ടോ. 40 ലേയേഴ്സ് അറൗണ്ട് കാണും. അതുകൊണ്ട് അത് തിക്കാണ്. ഇവിടെ അത്രയും കാണത്തില്ല, സിംഗിൾ ലെയർ അല്ലെങ്കിൽ 2 ലെയർ. അപ്പോൾ അതുകൊണ്ട് തിന്നാണ്. ഇതാണ് ഗ്രാം പോസിറ്റീവിൽ ചില ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു 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 മൊളിക്കൂളൂടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ട് ഇതാണ് ടീക്കോയിക് ആസിഡ്. കണ്ടോ? ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇതിനെ ക്രോസ് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഇതിനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകും. ഇതെല്ലാം പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറാണ്. അങ്ങനെ ഒരു സ്ട്രക്ചറൂടെ കാണും. കണ്ട് ടീക്കോയിക് ആസിഡ് ഇറ്റ് റൺ അക്രോസ് ഡിഫറെൻറ്റ് പ്രോട്ടിയോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൻ്റെ വേറൊരു പേര് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പ്രോക്യാരിയോട്ടിൻ്റെ ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗ്രാം പോസിറ്റീവിനെ ഗ്രാം നെഗറ്റീവിൻ്റെ ഒരു ടേബിളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തത് പ്ലാസ്മ മെമ്പറൈൻ. ഇതാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പറൈൻ. അപ്പോൾ ഇത് ക്യാപ്സ്യൂള് കഴിഞ്ഞിട്ട് ഔട്ടർ മെമ്പറൈൻ കഴിഞ്ഞിട്ട് സെൽ വാൾ കഴിഞ്ഞിട്ട് പ്ലാസ്മ മെമ്പറൈൻ. ഇത് ആണ് ലിവിങ് മെമ്പറൈൻ എന്ന് പറയുന്നത്. കേപ്പബിൾ ഓഫ് മൂവിങ്, അതുകൊണ്ടാണ് ലിവിങ് മെമ്പറൈൻ ആണ്. അതിൻ്റെ കോമ്പോസിഷൻ ഇവിടെയും ലിപ്പിഡ് ബൈലെയർ ആണ്. കണ്ടോ? ലിപ്പിഡ് ബൈലെയർ എന്ന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ലിപ്പിഡിൻ്റെ ഒരു ലെയർ ഉണ്ടായിരിക്കും, അതിൻ്റെ അടിയിൽ വേറൊരു ലെയർ. അതാണ് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രോട്ടീനുകളും കാണും. പ്രോട്ടീൻ ഡിസ്പേഴ്സ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഇതിൽ പ്രൊപ്പോർഷൻ എത്ര വരും? 40% ഫോസ്ഫോലിപ്പിഡ്സ് ആയിരിക്കും ഉള്ളത്. ലിപ്പിഡും പ്രോട്ടീനും ചേർന്നാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ ലിപ്പിഡ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഫോസ്ഫേറ്റും ലിപ്പിഡൂടെ ചേർന്ന ഒരു കോമ്പൗണ്ട് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. എത്ര പെർസെൻറ്റേജ് വരും? 40%. പ്രോട്ടീൻ എത്ര വരും? 60%. അപ്പോൾ ആരാ കൂടുതൽ? പ്രോട്ടീൻ.
ഫങ്ഷൻ എന്താണ്? ഒരു ബാരിയർ, സെലക്റ്റീവ് പെർമിയബിൾ ബാരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ കടത്തിവിടും. വലിയ എന്താണ് പാർട്ടിക്കിൾസ്, വലിയ സൈസുള്ള അതിനെയൊന്നും ചാർജ്ഡ് ആയിട്ടുള്ള ഇനിയൊന്നും കടത്തിവിടത്തില്ല. വിത്തൗട്ട് ഒള്ളി ഏത് സിറ്റുവേഷനിൽ കടത്തിവിടും? ഒള്ളി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഉണ്ടോ? ലാർജ് മോളിക്യൂൾസിനെയും ചാർജ്ഡ് സബ്സ്റ്റൻസിനെയും ഒന്നും നോർമലി കടത്തിവിടത്തില്ല. എന്തെങ്കിലും ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ബാക്ടീരിയയുടെ ഈ പ്ലാസ്മ മെമ്പറൈൻ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്മ മെമ്പറൈൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ബാക്ടീരിയയിൽ നമ്മുടെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾജി അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ ചെയ്യുന്ന ജോലികൾ ആരാ ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനാണ്. യുക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ റെസ്പിറേഷന് മൈറ്റോകോൺട്രിയ ഉണ്ട്, ഫോട്ടോസിന്തസിസിന് പിന്നെ പ്ലാന്റ്സ് സെല്ലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അപ്പം അങ്ങനെയുള്ള ഡ്യൂട്ടീസ് എല്ലാം അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ബാക്ടീരിയയിൽ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനാണ്. സെൽ വാളിൻ്റെ കമ്പോണൻസ് പിന്നെ സിന്തസൈസ് ചെയ്യും. സെൽ വാളിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പം എന്തുമായിരിക്കും? സെൽ വാൾ പെപ്റ്റിഡോഗ്ലൈക്കെയിൻ എന്ന് പറയുമ്പോൾ മ്യുറൈൻ ഓർക്കുക. മ്യുറൈൻ്റെ കോമ്പോണൻസ് എൻ അസറ്റിൽ എന്താണ് മ്യുറാമിക് ആസിഡ്, എൻ അസറ്റിൽ മ്യുറാമിക് ആസിഡ് ആൻഡ് എൻ അസറ്റിൽ ഗ്ലൂക്കോസമൈൻ. അപ്പം അതിനെയൊക്കെ അതൊക്കെ വരും. പിന്നെ അതിനകത്ത് ടീകോയിക് ആസിഡ് വരുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ. പിന്നെ ട്രൈപെപ്റ്റൈഡ് പ്രോട്ടീൻസ്, അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ കോമ്പോണൻസ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കോമ്പോണൻസിൻ്റെ സിന്തസിസും പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. DNA-യുടെ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയോയിഡ് പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു, പെർമനൻ്റ് ആയിട്ട് DNA-യുടെ ഒരു പോർഷൻ ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ DNA-യുടെ റെപ്ലിക്കേഷനെയും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഫങ്ഷനോടുണ്ട്. ബാക്ടീരിയ ഫ്ലജെല്ലം അതൊക്കെ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ. കൂടാതെ എന്താ എക്സ്റ്റേണൽസ് എന്തെങ്കിലും സിഗ്നൽസ് വരുമ്പോൾ ആ സിഗ്നൽ മനസ്സിലാക്കാൻ ബാക്ടീരിയയ്ക്ക് ഒരു എന്താണ് റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും പ്ലാസ്മ മെംബ്രെയിനിലാണ്. ബാക്ടീരിയയ്ക്ക് ഇപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഉണ്ടല്ലോ, അതിനെ പെർസീവ് ചെയ്യണ്ടേ? അതിനുള്ള ചില റിസപ്റ്റേഴ്സ്, ആ റിസപ്റ്റേഴ്സ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിനിൽ. ഇനി ഇന്റേണൽ മെംബ്രെയിൻ സിസ്റ്റം. ഇനി ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ചില ഇന്റേണൽ മെംബ്രെയിൻ സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ പഠിച്ചത് എന്തുവാ? ബാക്ടീരിയക്കകത്ത് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഏതാണ് ഈ ഇന്റേണൽ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഒന്നുമില്ല, മീസോസോംസ്. ഇതും 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. എന്തുവാ മീസോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. മീസോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മടക്കുകളാണ്. കണ്ടോ, പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്തേക്ക്, പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ അകത്തോട്ട് മടങ്ങിയിരിക്കും. കണ്ടോ, അതിനെയാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഫോൾഡഡ് അല്ലെങ്കിൽ ഇൻവേർഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്രത്യേകിച്ചും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് കാണുന്നത്. അതിനെയാണ് ഇന്റേണൽ മെംബ്രെയിൻ സിസ്റ്റം അല്ലെങ്കിൽ മീസോസോംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാലും ഇറ്റ് ഈസ് ബിലീവ്ഡ് ലൈക്ക് ദാറ്റ് ഇത് സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൽ വാൾ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇതുവരെയും ഇനിയും ഇപ്പോഴും ഉള്ളൊരു കൺസെപ്റ്റ്. ഈ അടുത്തൊരു സംഭവം പെരിപ്ലാസ്മിക് സ്പേസ്. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുമ്പോഴത്തെ പെരി തന്നെ മനസ്സിലായി എന്തോ ഒരു സ്പേസ് ആണ്, ഈ ഒരു ഗ്യാപ്പ്. അത് എവിടെയാണ് കാണുന്നത്? ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഒരു പ്രത്യേക ഫീച്ചറാണ് ഈ പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഇത് എവിടെയായിട്ട് കാണും? അതാണ്ട് ഔട്ടർ മെംബ്രെയിൻ നമുക്കറിയാം, ക്യാപ്സ്യൂളിൻ്റെ അടിയിലത്തെ ലെയർ. അതാണ്ട് ഔട്ടർ മെംബ്രെയിൻ. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഇവിടെ ഉണ്ടോ? അപ്പോൾ ഔട്ടർ മെംബ്രെയിൻ്റെയും പ്ലാസ്മ മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള ആ സ്പേസിനെ പറയുന്ന പേരാണ് പെരിപ്ലാസ്മിക് സ്പേസ്. ഈ സ്പേസിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്ന ഈ സാധനം എന്തോ ഒരു 1-2 ലെയർ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. ഞാൻ പറഞ്ഞില്ലേ ഗ്രാം നെഗറ്റീവിൽ 1-2 ലെയർ കാണുമെന്ന്, അതാ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഔട്ടർ മെംബ്രെയിൻ്റെയും പ്ലാസ്മ മെംബ്രെയിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള സ്പേസിനെ പറയുന്ന പേരാണ് പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ സ്പേസിൽ കുറേ എൻസൈംസ്, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ സെല്ലിൻ്റെ അകത്ത് ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഉണ്ട്. എവിടെ? പെരിപ്ലാസ്മിക് സ്പേസിൽ. ഇനി പിലി, അതുപോലെ ഫിംബ്രെ, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കി. പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകണ്ടോ, ഈ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ടൈനി ഹോളോ ട്യൂബ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ടൈനി ഹോളോ ആണ്, ഉള്ളിൽ പൊള്ളയാണ്, ട്യൂബ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് ബോഡിയാണ് പിലി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, അറ്റാച്ച്മെൻറ്റ് പിലിയുണ്ട്, സെക്സ് പിലിയുണ്ട്. അറ്റാച്ച്മെൻറ്റ് പിലിയുടെ വേറൊരു പേരാണ് ഫിംബ്രെ. അപ്പം പിലിയും ഫിംബ്രയും ഒന്നാണെന്ന് വേണേ പറയാം. പിലിയുടെ ഒരു ടൈപ്പാണ് ഫിംബ്രെ. ഇനി അറ്റാച്ച്മെൻറ്റ് പിലി അല്ലെങ്കിൽ ഫിംബ്രയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഈ ഫിംബ്രെ കണ്ട ന്യൂമറസ് ആണ്, കണ്ടോ, കുറേ കാണാൻ പറ്റും. അത് കണക്ക് ഷോർട്ട് ഫൈൻ ഹെയർ ലൈക്ക് ആണ് അല്ലേ, ഫൈൻ ഹെയർ ലൈക്ക് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് അറ്റാച്ച്മെൻറ്റ് പിലി എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ബാക്ടീരിയയെ ഏതെങ്കിലും സബ്സ്ട്രേറ്റിൽ കൊണ്ട് അഡ്ഹർ ചെയ്യുക, പറ്റിപ്പിടിക്കാൻ സഹായിക്കുക. മോട്ടിലിറ്റി സഹായിക്കത്തേ ഇല്ല. ഓക്കെ. ഈ സെക്സ് പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേഷൻ പിലിയാണ്. കോൺജുഗേഷൻ പിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ അടുത്ത ബാക്ടീരിയയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ലോങ് ട്യൂബ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും കമ്പയർ വിത്ത് ദാറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് പിലി. കണ്ടോ, ഇതാണ് കണ്ടോ, ലോങ് ട്യൂബ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അപ്പം ഇത് രണ്ട് മീറ്റിംഗ് ബാക്ടീരിയയുടെ പ്രോട്ടോപ്ലാസത്തിനെ തമ്മിൽ കണക്ട് ചെയ്യും. ഈ ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് കണ്ട ഈ ജനറ്റിക് മെറ്റീരിയൽ, ഇതിൻ്റെ മൂവ്മെൻറ്റ് ട്രാൻസ്ഫർ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ സെക്സ് പിലി അല്ലെങ്കിൽ കോൺജുഗേഷൻ പിലി എന്ന് പറയുന്നത്. ഇനി ഫ്ലജെല്ല, ലാസ്റ്റ് സ്ട്രക്ചർ. ഫ്ലജെല്ല എന്ന് പറയുന്നത് ഈ ആണ് മോട്ടിലിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. നമ്മുടെ നീളമുള്ളത് ഇതുണ്ടോ ഇവിടെ, ഫ്ലജെല്ല. അപ്പം ഓരോ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചിലപ്പം അതിൽ കൂടുതലോ ഫ്ലജെല്ല കാണാൻ പറ്റും. ഫ്ലജെല്ലയുടെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. ലോങ്, ഇതിൻ്റെ ഒരു പകുതി പോർഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ലോങ് ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 20 നാനോമീറ്റർ ആണ്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു മോട്ടർ ഇരിപ്പുണ്ട്, മോട്ടർ പ്രോട്ടീൻ ഉണ്ടോ. ഈ മോട്ടോർ പ്രോട്ടീൻ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഇതിനകത്ത് എംബഡ് ചെയ്ത്, അല്ലെങ്കിൽ അതായത് പ്ലാസ്മ മെംബ്രെയിൻ അതിൽ എംബഡ് ചെയ്തിട്ടാണ്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ, അതിൽ എംബഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ആ മോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഫിലമെൻ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് യൂണിറ്റ് കണ്ടില്ലേ, കുഞ്ഞു 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 കൊച്ചു കൊച്ചു ബോൾ പോണക്ക്, അതിൻ്റെ പേരാണ് ഫ്ലജെല്ലിൻ. ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചാണ് ഈ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ല ഫ്ലജെല്ല ഫോം ചെയ്തിരിക്കുന്നത്. ഫ്ലജെല്ലയുടെ സ്ട്രക്ചർ നമുക്ക് പറയുകയാണെങ്കിൽ ആ നീളമുള്ള പോർഷനെ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണിച്ചിട്ടുള്ളൂ, അതിനെ ഫിലമെൻ്റ് എന്ന് വിളിക്കാം. ഫിലമെൻ്റ്. പിന്നെ ഒരു ബേസൽ ബോഡി ഉണ്ട്, അത് സെല്ലിനകത്ത് എംബഡ് ചെയ്ത് കാണപ്പെടും. പിന്നെ ഒരു ഷോർട്ട് ഹൂക്ക് ഉണ്ടോ, ഹൂക്ക്, അത് ഇത്രയും പോർഷൻ, ഈ ഹൂക്ക് പോർഷൻ അത് ഫിലമെൻറ്റിനെ ബേസൽ ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടും. അപ്പം ഇത്രയുമാണ് നമുക്ക് ബാക്ടീരിയയുടെ സ്ട്രക്ചർ. ഇപ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമ്മൾ ഫുൾ കണ്ടു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉണക്ക് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ടേബിൾ കാണിച്ച് തരാം. ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചൊക്കെ വെച്ചോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് അങ്ങോട്ട് എഴുതിയാൽ മതി. സെൽ വാളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. ഗ്രാം പോസിറ്റീവിന് തിക്ക്, ഗ്രാം നെഗറ്റീവ് തിൻ. ഔട്ടർ മെമ്പറൈൻ ഗ്രാം പോസിറ്റീവിലില്ല, ഗ്രാം നെഗറ്റീവിലുണ്ട്. സ്റ്റെയിൻ കളർ, പർപ്പിൾ കളർ റീറ്റെയിൻ ചെയ്യും ഗ്രാം പോസിറ്റീവ്, അത് റീറ്റെയിൻ ചെയ്യില്ല. ടീക്കോയിക് ആസിഡ് ഗ്രാം പോസിറ്റീവിനുണ്ട്, നെഗറ്റീവിനില്ല. പെരിപ്ലാസ്മിക് സ്പേസ് യൂഷ്വലി ആബ്സെൻ്റ് ആണ്, ഉണ്ടെങ്കിൽ വളരെ നാരോ ആയിരിക്കും. ഇവിടെ ഉണ്ട്, ഗ്രാം നെഗറ്റീവിലുണ്ട്. ലിപ്പിഡ് കണ്ടൻറ്റ് ഗ്രാം പോസിറ്റീവിൽ കുറവാണ്, പക്ഷേങ്കിൽ ഗ്രാം നെഗറ്റീവിൽ കൂടുതലാണ്. എവിടെയാണ്? നമ്മുടെ ഔട്ടർ മെംബ്രെയിനും കൂടെ ഉള്ളതുകൊണ്ട്. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിനും ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ലിപ്പിഡ് കമ്പോണൻറ്റ് കൂടുതൽ. റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ് നോക്കുവാണെങ്കിൽ ഇത് പെൻസിലിൻ പോണക്കുള്ള ആൻറ്റിബയോട്ടിക്സിന് മോർ സെൻസിറ്റീവാണ്. പക്ഷേങ്കിൽ
ഔട്ടർ മെമ്പറൈൻ ഉള്ളതുകൊണ്ട് ഈ ഗ്രാം നെഗറ്റീവ് റെസിസ്റ്റൻ്റ് ആണ്. എക്സാമ്പിൾസ് സെഫൈലോകോക്കസ്, പിന്നെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ, സ്ട്രെപ്റ്റോകോക്കസ്, ബാസിലസ് ഒക്കെ. ഗ്രാം നെഗറ്റീവ് ആണ് ഈക്കോളി, സാൽമണല്ല, സ്യൂഡോമോണസ്. പിന്നെ എൻഡോടോക്സിൻസ് ഗ്രാം പോസിറ്റീവിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്, ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ പ്രസൻ്റ് ആണ്. എന്താണ് എൻഡോടോക്സിൻ? എൻഡോടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഔട്ടർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചില ലിപ്പോപോളിസാക്കറൈഡ്സ് ആണ്. ലിപ്പോപോളിസാക്കറൈഡ്സ് എന്ന് ഞാൻ പറഞ്ഞു, ഹോസ്റ്റിൻ്റെ ബോഡിയുടെ ഡിഫൻസിനെ ഫോയിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു സ്ട്രക്ചറാണ് ലിപ്പോപോളിസാക്കറൈഡ്. അപ്പോൾ ആ ലിപ്പോപോളിസാക്കറൈഡ് ഗ്രാം നെഗറ്റീവിനുള്ളതുകൊണ്ട് എന്താ പറ്റുക, അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂക്യാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പ്രോക്യാരിയോട്ടിക് സെല്ല്. ബാക്ടീരിയയാണ് നമ്മൾ കണ്ടത്, അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇൻറ്റേർണൽ സ്ട്രക്ചർ കണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് യൂക്യാരിയോട്ടിക് സെൽസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ ആവുന്ന അതിൽ കാണും. അപ്പം നോക്കാം. ഈ യൂക്യാരിയോട്സ് ആൻസിസ്ട്രൽ പ്രോക്യാരിയോട്സിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളവരാണെന്നാണ് വിശ്വസിച്ച് വരുന്നത്. അതായത് പണ്ടുള്ള പ്രോക്യാരിയോട്സിൽ നിന്ന് ഇവല്യൂഷൻ്റെ ഫലമായിട്ട് ആണ് ആദ്യത്തെ യൂക്യാരിയോട്സ് ഉണ്ടായത് എന്ന് ആണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇനി ഈ യൂക്യാരിയോട്സിൻ്റെ ഇപ്പം നമ്മളൊരു പ്രോക്യാരിയോട്ട് അല്ലെങ്കിൽ യൂക്യാരിയോട്ട് അത് രണ്ടും എടുക്കുമ്പോൾ അത് തമ്മിൽ എടുത്തു പറയത്തക്ക വ്യത്യാസം എന്താ? പ്രോക്യാരിയോട്ടിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ യൂക്യാരിയോട്ടിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. ആരോടെങ്കിലും പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും, യൂക്യാരിയോട്സിന് ന്യൂക്ലിയസ് ഉണ്ട്, പ്രോക്യാരിയോട്ടിന് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട വ്യത്യാസം. വിത്തക്കേഴ്സിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. അതിലെ മൊണീറയ്ക്കകത്താണ് എല്ലാ പ്രോക്യാരിയോട്സും വരുന്നത്. ബാക്കിയുള്ള എത്രണ്ണം ഉണ്ട്? 4 അല്ലേ? പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്. അതിനകത്തെല്ലാം വരുന്നത് യൂക്യാരിയോട്സ് ആണ്. അതെല്ലാം യൂക്യാരിയോട്സ് ആണ്. നമുക്ക് യൂക്യാരിയോട്സിൻ്റെ സൈസ് നോക്കാം. പ്രോക്യാരിയോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ലാർജർ വൺസ് ആണ് യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇനി പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിൻ്റെ കോമ്പോസിഷനും എല്ലാം നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലാണ് കാണുക. ഇതിനകത്ത് യൂക്യാരിയോട്സിന് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് എന്ന് മാത്രം ഇപ്പം കേൾക്കുക. ഇനി സെൽ വാളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂക്യാരിയോട്സിൽ എല്ലാത്തിലും ഇല്ല, പ്ലാന്റ് സെൽസിനാണ് പിന്നെ ഈ സെൽ വാൾ കാണുന്നത്. എവിടെയായിട്ടാണ് വരുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ യൂക്യാരിയോട്സിലെല്ലാത്തിനും ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറമേ ആയിട്ട് ആർക്കാണുള്ളത്? പ്ലാന്റ് സെൽസിന്. അനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല, ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറമേ കാണും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ വാൾ ഒരു ലിവിങ് ടിഷ്യൂ അല്ല, ഡെഡ് ആൻഡ് റിജിഡ് സ്ട്രക്ചറാണ്. അതെന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെയിൻലി കാർബോഹൈഡ്രേറ്റ്സ്, പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് ആണ് മെയിൻ സബ്സ്റ്റൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഏതൊക്കെയത്? സെല്ലുലോസ് വരുന്നുണ്ട്, പെക്റ്റിൻ, ഹെമി സെല്ലുലോസ്, ലിഗ്നിൻ, അതുകൂടാതെ ചില ഫാറ്റി സബ്സ്റ്റൻസും. ഇത് ചേർന്നിട്ടാണ് ആ സെൽ വാൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കുക, ആ സെല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി നമുക്ക് ആ സെൽ വാളിൻ്റെ ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ലേയേഴ്സാണ് സാധാരണ കാണുക സെൽ വാളിന്. അത് ഏതൊക്കെയാണ്? മിഡിൽ ലാമെല്ലേ, പ്രൈമറി സെൽ വാൾ ആൻഡ് സെക്കൻഡറി സെൽ വാൾ. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് നോക്കുമ്പം കാണാം. അപ്പം മിഡിൽ ലാമെല്ലേ, മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം നടുക്കുള്ള എന്നാണ്. അപ്പം
ഇത് ഒരു സെല്ല്, ഇത് തൊട്ടടുത്തുള്ള സെല്ലിൻ്റെ ഭാഗമാണേ. തൊട്ടടുത്തുള്ള സെല്ലിൻ്റെ ഭാഗം, അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അടുത്തടുത്തുള്ള സെല്ലിൻ്റെ ഇടയ്ക്കുള്ള മെംബ്രെയിനാണ് മിഡിൽ ലാമെല്ല. ഇതാണ് മിഡിൽ ലാമെല്ല. സോറി മിഡിൽ ലാമെല്ല. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തടുത്ത് കിടക്കുന്ന സെല്ലിൻ്റെ ഇടയ്ക്കുള്ള മെംബ്രെയിനാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. പ്രൈമറി സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പ്രൈമറി സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, ഈ കാണുന്ന വാളാണ് പ്രൈമറി. അതിനകത്ത് ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, അത് പ്ലാസ്മ മെംബ്രെയിനാണ്. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ്റെയും പ്രൈമറി സെൽ വാളിൻ്റെയും ഇടയ്ക്ക് കാണുന്നതാണ് സെക്കൻഡറി വാൾ. സെക്കൻഡറി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ല് വളർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ആണ് ഈ സെക്കൻഡറി സെൽ വാൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് 3 മെയിൻ ലേയേഴ്സ് സെൽ വാളിൻ്റെത്. ചിലപ്പം ഇത് കൂടാതെ ഇനി ഒരു ടെർഷറി സെൽ വാൾ കൂടി ഫോം ചെയ്യാറുണ്ട് ചില പ്ലാന്റ് സ്റ്റേജിൽ. ഇനി വേറൊരു സ്ട്രക്ചറുണ്ട് പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ, പ്ലാസ്മോഡെസ്മേറ്റം. ഈ പിക്ചറിൽ നമുക്ക് കാണാം, ചില ഹോൾസ് കാണുന്നില്ലേ, ഉണ്ടോ? അപ്പം ഇതൊരു സെല്ല്, ഇതിൻ്റെ ഇപ്പുറത്ത് വേറെ സെല്ലുണ്ടല്ലോ, തമ്മിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ചില പോർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. പോർ ലൈക്ക് സ്ട്രക്ചേഴ്സ് മൈറ്റ് അലൗ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ് ഇൻ ദി ടിഷ്യൂ. ഓക്കെ, ഇതൊക്കെ മനസ്സിലായല്ലോ. സെൽ വാൾ എന്താണെന്ന് പിടികിട്ടി. സെൽ വാൾ പോറസ് ആണെന്ന് മനസ്സിലായി, 3 ലേയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി പ്രോട്ടോപ്ലാസത്തിൻ്റെ കാര്യം പറയാം. ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ലിവിങ് സബ്സ്റ്റൻസ് ആണ് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്ന് നമ്മൾക്ക് അറിയാം. ഇനി ഈ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം, 2 ടേം, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലിവിങ് കമ്പോണൻസിനെയും ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഇനി എന്ത് ചെയ്യുന്നറിയാമോ, ആ സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിനെ അങ്ങ് എടുത്ത് പുറത്ത് വയ്ക്കും. ന്യൂക്ലിയസിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പം യൂക്കാരിയോട്സിൻ്റെ കേസിൽ പ്രോട്ടോപ്ലാസം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിടികിട്ടിയല്ലോ? അപ്പം യൂക്കാരിയോട്ടിൻ്റെ സെൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലിവിങ് സബ്സ്റ്റൻസ് എല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്നത് പ്രോട്ടോപ്ലാസം. അതിനകത്ത് എന്തൊക്കെ കാണും? ന്യൂക്ലിയസ് കാണും, മൈറ്റോകോൺട്രിയ കാണും, പിന്നെ ഗോൾജി കാണും, റൈബോസോം കാണും, എല്ലാം. അപ്പോൾ സൈറ്റോപ്ലാസം എന്തുവെന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിനകത്ത് ഈ ന്യൂക്ലിയസിനെ എടുത്ത് പുറത്ത് കളഞ്ഞു. ബാക്കി ന്യൂക്ലിയസ് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ, ന്യൂക്ലിയസ് ഇല്ലാതെ ബാക്കി എന്തുണ്ടോ അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയസിനെ കുറിച്ച് വരാം. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ, കണ്ടോ, ബ്ലൂ കളറിലൊരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയും. യൂക്കാരിയോട്ടിൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചറാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇത് പോറസ് ആണ്. ഇതിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ന്യൂക്ലിയസിന്, ആ ന്യൂക്ലിയർ മെംബ്രെയിൻ പോറസ് ആണ്. കാരണം എന്താ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പല സബ്സ്റ്റൻസസും സൈറ്റോപ്ലാസത്തിലോട്ട് പോകണം. അതുകൊണ്ട് സൈറ്റോപ്ലാസത്തിന് ചില സബ്സ്റ്റൻസസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും വരണം. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ പോറസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോംസിനകത്ത്, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡി എൻ എ ക്രോമസോംസിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഉണ്ടോ, അകത്ത് വേറൊരു സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ന്യൂക്ലിയോളസ്. ഈ ന്യൂക്ലിയോളസിൻ്റെ ഉള്ളിൽ വെച്ചാണ് റൈബോസോം ഫോം ചെയ്യുന്നത്. ഉണ്ടോ? അപ്പോൾ ന്യൂക്ലിയോളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കൽ ബോഡീസാണ് ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റൈബോസോം പ്രൊഡക്ഷൻ ആണ്, റൈബോസോമിൻ്റെ ഓർഗനൈസേഷൻ ആണ്. ഈ സൈറ്റോപ്ലാസത്തിലുള്ള സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഒരു സർഫസ് ലെവലിൽ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഉണ്ട്, പിന്നെ ഓർഗനൽസ് വിത്തൗട്ട് ഈവൻ എ സിംഗിൾ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഏതൊക്കെയാണ്?
യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് കാണുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ പ്രോക്യാരിയോട്സിൻ്റെ കേസ് പറഞ്ഞപ്പോഴേ അത് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെൻ്റ് ആണെന്ന്. എന്നാൽ ഇവിടെ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഏതാണെന്ന് നമ്മൾ കണ്ടു. സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ലൈസോസോംസ്, പെറോക്സിസോംസ്, വാക്യൂൾസ്. ഈ വാക്യൂൾസ് ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഏതാ? റൈബോസോംസ്. സൈറ്റോസ്കെൽറ്റനും ഉണ്ട്. അതുകൂടാതെ സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ ആ ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് നമ്മുടെ ബോഡിയിൽ സ്കെൽറ്റൻ എന്താണ് റോള്, അതാണ് മീൻസ് യൂക്കാരിയോട്ടിക് സെല്ലിൽ സൈറ്റോസ്കെൽറ്റൻ്റെ റോള്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോ ഫിലമെൻസും മൈക്രോ ട്യൂബ്യൂൾസും വെച്ചിട്ടാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇനി ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കും. ഈ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസിൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് കാണാം. കണ്ടോ, പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉള്ളതുകൊണ്ട് ഒരു പ്രോപ്പർ ഫോം, ഒരു ഷേപ്പ് ഉണ്ട്. അനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് അത് അത്ര ഒരു റിജിഡ് അല്ല. അനിമൽ സെല്ലിന് ഉള്ള വേറൊരു സ്ട്രക്ചറാണ് സെൻട്രിയോൾ എന്ന് പറയും. ഈ സെൻട്രിയോളും പ്ലാന്റ് സെൽസിന് ഇല്ല. ഈ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ചെറിയ സ്മോൾ സിലിണ്ട്രിക്കലായിട്ടുള്ള സ്മോൾ സ്ട്രക്ചറാണ് ഈ സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയ, ഫ്ലജല്ല, അതൊക്കെ അതിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അതേപോലെ തന്നെ മൈറ്റോസിസിൻ്റെ സമയത്ത്, മൈറ്റോസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുള്ളപ്പോൾ സമയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈറ്റോട്ടിക് സ്പിൻഡിൽ, സെല്ലിൻ്റെ പോൾസിൽ നിന്ന് വരുന്ന സ്പിൻഡിലാണ് എന്തിനെ അറ്റാച്ച് ചെയ്യുന്നത്? ക്രോമസോമിനെ അറ്റാച്ച് ചെയ്യാൻ. സെല്ല് ഡിവൈഡ് ചെയ്യുമ്പം ക്രോമസോം ഈക്വലായിട്ട് ഡോട്ടർ സെല്ലിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ എന്ന് പറയും. ആ മൈറ്റോട്ടിക് സ്പിൻഡിലിനെ ഓർഗനൈസ് ചെയ്യുന്നത്. മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇങ്ങനെ വരും കേട്ടോ. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ആയിപ്പോൾ. എന്തായാലും അതിനെ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രിയോളിൻ്റെ പോയിന്റിൽ നിന്നാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇങ്ങനെ വന്ന് ക്രോമസോമിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അങ്ങനത്തെ ആ സെൻട്രിയോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ അനിമൽ സെൽസിൽ മാത്രമേ കാണുള്ളൂ. അതേപോലെ അനിമൽ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയില്ല? ക്ലോറോപ്ലാസ്റ്റും പ്ലാസ്റ്റിഡ്സും ഇല്ല. ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനലാണ്. അനിമൽ സെല്ലിന് അതേപോലെ സെൽ വാൾ ആബ്സെൻ്റ് ആണ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? പ്ലാസ്റ്റിഡ്സ് എന്തുവാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ഫോട്ടോസിന്തസിസും സ്റ്റോറേജും ഒക്കെയാണ്. അതിനുള്ള ഓർഗനലാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. അത് നമുക്കിനി യൂക്കാരിയോട്സ് വരുമ്പോഴത്തേക്ക് ഹയർ ഫോംസ് ആണ്. മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ട്. മൾട്ടി സെല്ലുലാർ ഫോംസ് ആകുമ്പം അവരുടെ വേറൊരു പെക്യുലാരിറ്റി ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചേർന്ന ഓർഗാനിസം ആണെങ്കിൽ ഓരോ സെല്ലിനും ഓരോ ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഇതിന് വേറെ ഫങ്ഷൻ, ഇതിന് വേറെ ഫങ്ഷൻ. അതാണ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ അത്ര ക്വാളിറ്റി ആയിരിക്കും. മീൻസ് അത്രയും ഓർഗനൈസ്ഡ് ആണ്. അങ്ങനെ ഹയർ ഫോംസ് ആണ്, ഹയർ ലെവലാണ്. ഓക്കെ. അപ്പം ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റ്. ഇനി ഒരു ടേബിൾ ഞാൻ കാണിക്കും. പ്രോക്യാരിയോട്സും യൂക്കാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചത് അതായത് ഇപ്പോൾ എഴുതിയാൽ മതി. കണ്ടോ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ആ ടേബിളിൻ്റെ ഫോമിൽ പറഞ്ഞിരിക്കുകയാണ്. ന്യൂക്ലിയസ് പ്രോക്യാരിയോട്സിനില്ല, യൂക്കാരിയോട്സിന് ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രോക്യാരിയോട്സിൽ ആബ്സെൻ്റ്, ഇതിൽ പ്രസൻ്റ് ആണ്. സെൽ സൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. സെൽ ടൈപ്പ് മോസ്റ്റ്ലി യൂണിസെല്ലുലാർ ആണ്. ഇവിടെ ആണെങ്കിൽ യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ. എക്സാമ്പിൾസ് പറയുന്നുണ്ട്. റൈബോസോം ഇവിടെ 70 years, ഇവിടുത്തെ 80 years ആണ്. സെൽ വാൾ പ്രോക്യാരിയോട്സിന് യൂഷ്വലി പ്രസൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടായിരുന്നു സെൽ വാളിൻ്റെ കേസ്. പിന്നെ യൂക്കാരിയോട്സിലാണെങ്കിൽ സെൽ വാൾ പ്ലാന്റ്സിൻ്റെ കേസിലേ ഉള്ളൂ, അനിമൽസിൽ ഇല്ല. DNA സ്ട്രക്ചർ എങ്ങനെ പ്രോക്യാരിയോട്സിൽ സർക്കുലർ ആണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒന്നും ഇല്ല. നേക്കഡ് ക്രോമസോം നമ്മൾ കണ്ടായിരുന്നു.
ഇവിടെ ലീനിയർ ആണ്, സർക്കുലർ അല്ല. ഹിസ്റ്റോൺസ് ഒക്കെ ഉണ്ട്. റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണ്, വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ്. അതാണ് അസെക്ഷൽ ആണ് അവിടുത്തെ. ഇവിടെ ആണെങ്കിൽ സെക്ഷുവലോ രണ്ടും വരും. പ്ലാസ്മിഡ് എന്താ നമുക്കറിയാം, എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അത് പ്രോക്യാരിയോട്സ് കോമൺ ആണ്, യൂക്കാരിയോട്സിൽ വളരെ റെയറാണ്. സൈറ്റോസ്കെൽട്ടൻ പ്രോക്യാരിയോട്സിൽ ആബ്സെൻ്റ് ആണ്, ഇവിടെ പ്രസൻ്റ് ആണ്. ഫ്ലജല്ല ഉണ്ട്, സിമ്പിളാണ്, പക്ഷേ ഇവിടെ ഇത്തിരി കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് ഈ യൂക്കാരിയോട്സിൽ ഫ്ലജല്ല. സോ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചത് തീർത്തു. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് വിത്ത് ദിസ് ഹിയർ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.